ശ്രീ പിണറായി വിജയൻ, ശ്രീ മമ്മൂട്ടി, ശ്രീ അശ്വന്ത് കോക്ക്. ബഹുമാനാർഹരായിട്ടുള്ള ഈ മൂന്ന് ശ്രീമാന്മാരിൽ ഏറ്റവും സഹിഷ്ണുതയുള്ള ആരാധകർ സ്വന്തമായിട്ടുള്ളത് പിണറായി വിജയനാണ്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. പോകൻ ഏറ്റവും കൂടുതൽ വിമർശന ബുദ്ധിയോടുകൂടി സമീപിച്ചത് പിണറായി വിജയനെയാണ്. എന്നാൽ ഇടയ്ക്ക് ചില ചിണുങ്ങലും ചീറ്റലുമൊക്കെ ഉണ്ടാക്കുമെന്നല്ലാതെ അദ്ദേഹത്തിന്റെ ഒരൊറ്റ ആരാധകൻ പോലും എൻ്റെ മാതാപിതാക്കളെ സ്മരിക്കാനോ അപാരമായ അസഭ്യം നൽകി എന്നെ അംഗീകരിക്കാനോ വന്നിട്ടില്ല. എന്നാൽ മമ്മൂട്ടിക്ക് നേരെ വിമർശന സ്വരമുയർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർ വിട്ടുകിളികളെ പോലെ പാഞ്ഞു വന്നു. അസഭ്യവർഷം നടത്തിയ ആ ആക്രോശികളിൽ 99.99% ആരാധകരും സമാധാന മതനാമധാരികളുമായിരുന്നു. അതിന്റെ ഗുട്ടൻസ് എന്തായാലും പോങ്ങന് പിടികിട്ടിയിട്ടില്ല. ഈ പോങ്ങൻ വിമർശിച്ചത് ഒരു ചലച്ചിത്ര താരത്തെയാണ്, അല്ലാതെ മതമേലദക്ഷിണിയൊന്നുമല്ല. അതെന്തോ ആവട്ടെ. അതുപോലെ അശ്വന്ത് കോക്കിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ പോങ്ങൻ പരാമർശിച്ചു. പോങ്ങന്റെ വിമർശന ബുദ്ധി നീണ്ടത് അശ്വന്തിന് നേരെ ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ സൈദ്ധാന്തിക സുന്നത്ത് ചെയ്യപ്പെട്ട ഗൂഗിളാനന്തര കേരളത്തിലെ ഡിജിറ്റൽ യുഗമാസികളായിട്ടുള്ള മലയാളികൾക്ക് സമർപ്പിച്ചതായിരുന്നു ആ വിമർശനങ്ങൾ. വിഷയവശാൽ അശ്വന്തും അതിന്റെ ഒരു ഭാഗമായെന്ന് മാത്രം. പക്ഷേ പലർക്കും അത് കിട്ടിയില്ല. അശ്വന്തിന്റെ ആരാധകർക്ക് തീരെ കിട്ടിയില്ല. അതുകൊണ്ട് പോങ്ങന് തെറി സമർപ്പണം നടത്താനുള്ള സന്മനസ് ആകാവുന്ന നിലയ്ക്ക് അവരും കാണിച്ചു. പോങ്ങൻ അവരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: കോക്കിന്റെ ആരാധകരെ ശാന്തരാകുവിൻ. നിങ്ങളുടെ കോക്കിനെ പോങ്ങൻ വിമർശിച്ചിട്ടേയില്ല. അതിന് കാരണമുണ്ട്. ശ്രീ പിണറായി വിജയനെ പോങ്ങൻ വിമർശിക്കുന്നത് അദ്ദേഹം എൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് അനുഭാവം ഉണ്ടായിരുന്ന, ഞാൻ വോട്ട് കൊടുത്തുകൊണ്ടിരുന്ന പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലാണ്. മമ്മൂട്ടിയെ വിമർശിക്കാനും പോകന് അവകാശമുണ്ട്. കാലങ്ങളായി അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടുവരുന്ന ഒരു കാണിയാണ് പോകൻ. മലയാള ചലച്ചിത്ര ലോകത്തെ മെഗാതാരമായിട്ടുള്ള മമ്മൂട്ടിയെ വിമർശന ബുദ്ധിയോടുകൂടി സമീപിക്കാൻ ചലച്ചിത്ര പ്രേമിയായിട്ടുള്ള ഒരു കേരളീയൻ എന്ന നിലയിൽ എനിക്ക് യോഗ്യതയുണ്ട്. എന്നാൽ അശ്വന്ത് കോക്കിനെ വിമർശിക്കാൻ എനിക്ക് യാതൊരു അവകാശവുമില്ല. കാരണം സഖാവ് പിണറായി വിജയനെ പോലെയും മെഗാസ്റ്റാർ മമ്മൂട്ടിയെ പോലെയും കേരളത്തിന്റെ പൊതു സ്വത്തല്ല ശ്രീ അശ്വന്ത് കോക്ക്. മാത്രവുമല്ല, ആ മനുഷ്യനെ പിന്തുടരുന്നവരിൽ ഒരുവനുമല്ല പോകൻ. മലയാളികളെ തനിക്ക് ഗുണപരമാവുന്ന നിലയ്ക്ക് കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ അംഗീകരിക്കാനും അതിനെ ആദരവോടെ സമീപിക്കാനും മടിയില്ലാത്ത ഈ പോങ്ങൻ അനാവശ്യമായി ആ സഹ യൂട്യൂബറെ വിമർശിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ പിണറായിയെ പോലെയും മമ്മൂട്ടിയെ പോലെയും കേരളത്തിന്റെ പൊതു സ്വത്താണ് ശ്രീമാൻ അശ്വന്ത് കോക്ക് എന്ന സത്യം പോങ്ങൻ ഇന്നലെ മനസ്സിലാക്കി. ഒരുവന് സംരക്ഷണം തീർത്തുകൊണ്ട് കാവലാവാനും, ഒരുവനെ ന്യായീകരിക്കുന്ന നാവാകാനും, ഒരുവന് വേണ്ടി വാദിക്കാൻ വക്കാലത്തെടുക്കാനും വലിയൊരു ജനസമൂഹം തയ്യാറായാൽ അതിന് ഒരർത്ഥമേ ഉള്ളൂ: ആ ഒരുവൻ സമൂഹത്തിന്റെ പൊതുസ്വത്താണ്. മലയാള സിനിമയിൽ നിന്നും മലയാളികളെ രക്ഷിക്കാൻ ജന്മമെടുത്ത മഹാരക്ഷകനാണ് കോക്കെന്ന് വരെ അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ ഇന്നലെ പറഞ്ഞു. ഈ പോങ്ങന് ആരോടും ആരാധനയില്ല. ആരും പോങ്ങനെയും ആരാധിക്കുന്നില്ല. പോങ്ങൻ പോലും പോങ്ങനെ ആരാധിക്കുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ എനിക്ക് പലരോടും ആദരവുണ്ട്. പോങ്ങൻ ആദരവോടുകൂടി സമീപിക്കുന്നവരിൽ തീർച്ചയായിട്ടും ഒരുവൻ തന്നെയാണ് ഈ പോങ്ങനും. പോങ്ങനോടുള്ള പോങ്ങന്റെ ആദരവിനെ മാനിക്കാൻ വേണ്ടി മാത്രം പോങ്ങൻ ചില കാര്യങ്ങൾ കോക്കിന്റെ ആരാധകരോട് വിശദീകരിക്കാം. ആവശ്യത്തിലധികം അഭിപ്രായ സ്വാതന്ത്ര്യം പൗരന്മാർക്ക് നൽകുകയും പൗരന്മാർ ആവശ്യത്തിലധികം അഭിപ്രായ സ്വാതന്ത്ര്യം എടുക്കുകയും ചെയ്യുന്ന ഒരു ഫാസിസ്റ്റ് രാഷ്ട്രമാണല്ലോ നമ്മുടെ ഈ മഹാഭാരതം. സ്വന്തം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സിനിമകൾക്കുമേൽ മാത്രം കേന്ദ്രീകരിച്ച് വിനിയോഗിക്കുന്ന ഒരു ചലച്ചിത്ര പണ്ഡിതനാണ് കോക്ക്. പോകനാണെങ്കിൽ സകലമാന സാമൂഹ്യ കാര്യങ്ങൾക്കുമേലും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അഴിച്ചുവിടുന്ന ഒരുവനും. എന്തായാലും അശ്വന്ത് കോക്ക് ഒരു പൊതു സ്വത്താണെന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ പോങ്ങനെ ബോധ്യപ്പെടുത്തിയ നിലയ്ക്ക് ചിലത് പറയാം. താൻ കണ്ട സിനിമയ്ക്കുമേൽ അഭിപ്രായം പറയാൻ ഏതൊരു കാണിക്കും അവകാശമുണ്ട്. സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്നും ഇറങ്ങുന്ന ഒരാൾക്ക് നേരെ നീളപ്പെടുന്ന മൈക്കിനോട് അയാൾ ഏതാനും വാക്കുകളിൽ പങ്കിടുന്നത് അയാളുടെ അഭിപ്രായമാണ്. അയാളുടെ ബന്ധുമിത്രാദികളോട് ആ സിനിമയെ പറ്റി പറയുന്നതും അയാളുടെ അഭിപ്രായം തന്നെ. ആ അഭിപ്രായത്തിൽ നിന്നും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്: ഒന്നുകിൽ ആ സിനിമ അയാൾക്ക് രസിച്ചു, അല്ലെങ്കിൽ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അതല്ലെങ്കിൽ ആ സിനിമ അയാൾക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവം നൽകി. അതുമല്ലെങ്കിൽ ആ സിനിമ അയാളെ സംബന്ധിച്ച് ഒരു പൊട്ട സിനിമയായിരുന്നു. സാമാന്യ നിലയിൽ ഇതൊക്കെയാണല്ലോ ഒരാളുടെ അഭിപ്രായത്തിൽ നിന്നും അയാൾ കണ്ട സിനിമയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ വ്യക്തിയുടെ ആ അഭിപ്രായം അയാൾ കണ്ട സിനിമ അയാളെ എങ്ങനെ ബാധിച്ചു എന്ന അറിവാണ് നമുക്ക് നൽകുന്നത്, അല്ലേ? അല്ലാതെ ആ സിനിമ നമ്മൾ കണ്ടാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന അറിവല്ല മറ്റൊരാളുടെ അഭിപ്രായത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത്. കാരണം ആസ്വാദന ബുദ്ധിയും സഹനശേഷിയും ഈ വിശകലന പാഠവും ഒക്കെ ഓരോ മനുഷ്യരിലും വളരെ വ്യത്യസ്തമായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ മറ്റൊരാളുടെ അഭിപ്രായം കേട്ടുകൊണ്ട് ഒരു സിനിമ കാണണോ വേണ്ടയോ
എന്ന് തീരുമാനിക്കുന്ന ഒരുവൻ വിഡ്ഢിയുടെ പര്യായമായി മാറുകയാണ് ചെയ്യുന്നത്. പണം ലാഭിക്കാനാണ് മറ്റൊരാളുടെ അഭിപ്രായം കേട്ടിട്ട് സിനിമ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതെന്ന വാദം വിഡ്ഢിത്തത്തിന്റെ പ്രായോഗികവൽക്കരണം മാത്രമാണ്. ഇനി ശ്രീമാൻ അശ്വന്ത് കോക്ക് അവർ പ്രകടിപ്പിച്ചു വരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നമുക്കൊന്ന് നോക്കാം. രാജ്യം അദ്ദേഹത്തിന് അനുവദിച്ച് നൽകിയിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വിനിയോഗിക്കാൻ സിനിമകളെയാണല്ലോ അദ്ദേഹം ആശ്രയിക്കുന്നത്. സിനിമകൾ റിലീസ് ആവുന്ന ദിവസം നാക്കൊളിപ്പിച്ച വായയുമായി കോക്ക് തിയേറ്ററിലേക്ക് പോകും. കോക്കിന്റെ ചലച്ചിത്ര പാണ്ഡിത്യത്തിന് മുന്നിൽ ചലച്ചിത്രം പരിഭ്രമിച്ച് കളി തുടങ്ങും. വളരെ തീക്ഷ്ണമായിട്ടുള്ള വിശകലന ബുദ്ധിയോടുകൂടി അദ്ദേഹം ആ കളിയിലേക്ക് കണ്ണുകൾ ആഴ്ത്തും. ഒടുക്കം കളിച്ചു വശം കെട്ട സിനിമ ക്ലൈമാക്സിന്റെ മൂർച്ചയിൽ തളർന്നു കിടക്കും. ആ തക്കത്തിന് അഭിപ്രായം വിസർജിക്കാൻ മുട്ടി നിൽക്കുന്ന നാക്കുമായി കോക്ക് തന്റെ ചാനലിലേക്ക് ചാടും. സിനിമ കാണണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കാനായി അവിടെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ വരി നിൽപ്പുണ്ട്. അവരെ തിയേറ്ററിലേക്ക് നയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കോക്കിന്റെ നാക്കാണ്. അതിലൊന്നും പോകിന് എതിരഭിപ്രായമില്ല. സിനിമ കാണാനുള്ള തീരുമാനം പോലും സ്വന്തം നിലയിൽ എടുക്കാനുള്ള ബലം തലയ്ക്കില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രകടനം ഉപകരിക്കുമെങ്കിൽ കോക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു സാമൂഹ്യ സേവനം തന്നെയാണ്. എന്നാൽ അശ്വന്ത് കോക്ക് നടത്തുന്നത് അഭിപ്രായ പ്രകടനമല്ല എന്നാണ് പോങ്ങന്റെ അഭിപ്രായം. അതൊരു കലാപ്രകടനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രകടനം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിലാണ് വരേണ്ടത്. അഭിപ്രായം പറയാൻ ആരും പ്രച്ഛന്ന വേഷം കെട്ടാറില്ല, അല്ലേ? പോങ്ങൻ കണ്ട അശ്വന്തിന്റെ 2 വീഡിയോയിലും അദ്ദേഹം സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ വേഷം കെട്ടിയാണ് അത് നടത്തുന്നത്. മാത്രവുമല്ല, സിനിമയെ ഇഴകീറി പരിശോധിക്കുന്നതല്ല അഭിപ്രായ പ്രകടനം. ചാക്യാര് നടത്തുന്ന കൂത്തുപോലെയോ നമ്പ്യാര് നടത്തുന്ന ഓട്ടൻ തുള്ളൽ പോലെയോ കോക്ക് നടത്തുന്ന തുള്ളൽ കൂത്ത് എന്ന കലാരൂപമാണത്. പലപ്പോഴും അത് കൊലാരൂപം ആകുമെന്ന് പറഞ്ഞു കേൾക്കാറുണ്ടെങ്കിലും സംഗതി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു പരിപാടിയാണ്. ചാക്യാർക്ക് കൂത്ത് നടത്താനും നമ്പ്യാർക്ക് തുള്ളൽ കളി നടത്താനും അവകാശമുണ്ടെങ്കിൽ ശ്രീമാൻ കോക്കിന് നിരൂപണ തുള്ളൽ കൂത്ത് നടത്താനും ഇവിടെ തീർച്ചയായും അവകാശമുണ്ട്. പക്ഷേ അദ്ദേഹം നടത്തുന്ന പരിപാടി അഭിപ്രായ പ്രകടനത്തിന്റെ പരിധിയിൽ വരുമെന്ന അഭിപ്രായം എന്തായാലും പോങ്ങനില്ല. നിരൂപണ തുള്ളൽ കൂത്ത് കലാകാരൻ എന്ന നിലയിൽ അശ്വന്തിനെ അംഗീകരിക്കാൻ പോങ്ങന് യാതൊരു മടിയുമില്ല. മാത്രവുമല്ല, ഈ നിരൂപണ തുള്ളൽ കൂത്ത് എന്ന കലാരൂപം ഹരിത നവകേരളമാകുന്ന ഈ സുടുഭൂമിയിൽ ഇനി കോക്കാട്ടം എന്ന പേരിൽ അറിയപ്പെടാൻ ഇടവരട്ടെ. തീർത്തും ചുളുവിൽ അത്തരമൊരു അനുഗ്രഹം ചൊരിയാൻ ഈ മുത്തുപോങ്ങൻ മനസ്സുവയ്ക്കുന്നു. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോങ്ങൻ ഈ സംസാരം അവസാനിപ്പിക്കാം. 1. ചലച്ചിത്രകാരന്മാർക്കും ചലച്ചിത്രകല അഭ്യസിക്കുന്നവർക്കുമാണ് നിരൂപക ശ്രേഷ്ഠരായിട്ടുള്ള ചലച്ചിത്ര പണ്ഡിതരുടെ സേവനം ആവശ്യമുള്ളത്. നിരൂപകരുടെ നിരീക്ഷണങ്ങളെയും നിർദ്ദേശങ്ങളെയും വിമർശനങ്ങളെയും വിലമതിക്കേണ്ടത് ചലച്ചിത്ര പ്രവർത്തകരാണ്, പ്രേക്ഷകരല്ല. നല്ല സിനിമ മോശം സിനിമ എന്നൊന്നില്ല. രസിപ്പിക്കുന്ന സിനിമ മുഷിപ്പിക്കുന്ന സിനിമ, അത്രയേ ഉള്ളൂ. എന്നാൽ ഒരു കാര്യത്തിൽ 2 സിനിമകളും ഒന്നുപോലെയാണ്. അതായത് ടിക്കറ്റിന് മുടക്കുന്ന പണവും സമയവും ഒരു സിനിമയും പ്രേക്ഷകന് തിരികെ നൽകില്ല. രസിച്ചാൽ ലാഭമെന്നും മുഷിഞ്ഞാൽ നഷ്ടമെന്നും പറയാമെന്നല്ലാതെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അതുകൊണ്ട് സിനിമാ പ്രേമികൾ സ്വന്തം ആസ്വാദന ശേഷിയെ മാനിച്ച് സിനിമ കാണണോ വേണ്ടയോ എന്ന തീരുമാനം കൈക്കൊള്ളുക. രുചിയും അഭിരുചിയുമൊക്കെ മനുഷ്യരിൽ ഒന്നുപോലെയല്ല എന്ന് ഒരിക്കൽ കൂടി പോങ്ങൻ പറയുന്നു. 2. കോക്കുണ്ണിമാർ ചലച്ചിത്ര നിരൂപകരല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആരും വെച്ച് പുലർത്തരുത്. നിരൂപണ മിമിക്രി നടത്തുന്ന ആസ്വാദന വിവരണ തൊഴിലാളികളാണവർ, അല്ലെ? നവമാധ്യമങ്ങളിലൂടെ തങ്ങൾ കണ്ട സിനിമയെ പറ്റിയുള്ള ആസ്വാദന വിവരണം നൽകി കേരളത്തിലേക്ക് അമേരിക്കൻ പണം കൊണ്ടുവരുന്ന ഡോളർ വാഹകരായിട്ടുള്ള ധനസമ്പാദകരാണവർ. ആ നിലയിലാണ് സമൂഹം അവരെ അംഗീകരിക്കേണ്ടത്. കോക്കാട്ടം കാണേണ്ടത് തീർച്ചയായിട്ടും ഒരു കലാരൂപം, ഒരു ആധുനിക കലാരൂപം എന്നുള്ള നിലയിൽ മാത്രമാണ്. ആ നിലയിലേ അതിനെ മനസ്സിലാക്കാവുള്ളൂ. കോക്കിന്റെ ആരാധകർക്ക് തീർച്ചയായിട്ടും അദ്ദേഹം നടത്തുന്ന ഈ കോക്കാട്ടം കണ്ട് തൃപ്തിയടയാം. അതല്ലാതെ കോക്കിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് സിനിമ കാണണോ വേണ്ടയോ എന്ന തീരുമാനം കൈക്കൊള്ളുന്നത് തീർച്ചയായിട്ടും അബദ്ധമാണ്. കാരണം അദ്ദേഹത്തിന്റെ ആസ്വാദന ശേഷി ആവണം എന്നില്ല നിങ്ങൾക്കുള്ളത്. നല്ലൊരു സിനിമാ പ്രേമി തീർച്ചയായിട്ടും സിനിമയുടെ ഒരു നിലവാരത്തെക്കുറിച്ച് ചിന്തിക്കാനൊന്നും നിൽക്കാതെ
കണ്ട് സ്വയം വിലയിരുത്തുക. എല്ലാ സിനിമയും കാണപ്പെടാനുള്ളതാണ് എന്ന ബോധത്തോടുകൂടി തിയേറ്ററിലേക്ക് പോവുക. 3. അശ്വന്തിന്റെ ഈ കോക്കാട്ടം ഒരു വ്യക്തിയുടെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന ഒന്നല്ല. കോക്കാട്ടം എന്ന കലാരൂപം സിനിമയുടെ ഒരു ഉപോൽപ്പന്നമാണ്. വേഷം കെട്ടലുമായി സിനിമയെ ഇഴകീറി പരിശോധിക്കുന്നതിനെ ഒരു വ്യക്തിയുടെ അഭിപ്രായ പ്രകടനമായി ഗണിക്കുന്നത് തലയുടെ ബലമില്ലായ്മ കാരണമാണ്. അത്തരം വിശകലനം നടത്തുന്ന ഒരു വ്യക്തി വളരെ വലിയ ഒരു ജനസമൂഹത്തെ സ്വാധീനിക്കുന്നുവെങ്കിൽ ഈ ഡിജിറ്റൽ കാലം അയാളെ അടയാളപ്പെടുത്തുന്നത് ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ്. സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഇൻഫ്ലുവൻസർ എന്ന നിലയിലേക്ക് ഒരാൾ വളർന്നാൽ ആ ഇൻഫ്ലുവൻസറും നമ്മുടെ സമൂഹവും ഒരുപോലെ അറിയുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ചിലതുണ്ട്. അതിനെപ്പറ്റി നാളെ പറയാം. കാരണം ഇപ്പോൾ സമയം 10 മിനിറ്റ് കഴിയാറായി, അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞു. വാച്ചെടുത്തിട്ടില്ല, 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ 10 മിനിറ്റിനോട് അടുത്തു. അതുകൂടി പറയാൻ നിന്നാൽ കുറച്ചുകൂടി അങ്ങ് കടന്നു പോകും. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് നാളെ സംസാരിക്കാം. Let's take this show on the road. Different day, I'll be bored.